അങ്ങനെ എൻ്റെ ഓപ്പൺ ടെറേറിയം റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓപ്പൺ ടെറേറിയം. ശരിക്കും പറഞ്ഞാൽ ഞാനേ പപ്പായുടെ ബർത്ത്ഡേക്ക് ഡിസംബർ 28 പപ്പായുടെ ബർത്ത്ഡേ ആയിരുന്നു. പപ്പായുടെ ബർത്ത്ഡേക്ക് ഒരു ബൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴാണ് അവിടെ നല്ല സൂപ്പർ ടെറേറിയം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കൊരെണ്ണം ഉണ്ടാക്കിക്കൂടാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നതിനോടാണ് ഒരു ഇഷ്ടം, ഒരു താല്പര്യം. അതിനകത്തൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. എന്നിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്തു, ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തു എങ്ങനെയാണ് ടെറേറിയം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അതിനകത്ത് ക്ലോസ്ഡ് ടെറേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്, ഓപ്പൺ ടെറേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതാണ് ഒരു ക്ലോസ്ഡ് ടെറേറിയം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നൊരു ജാറാണ്. അതെടുത്ത് ഒരു ക്ലോസ്ഡ് ടെറേറിയം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാഴ്ചയായിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അവർ സൈഡിൽ കൂടെ ഒക്കെ എക്സ്ട്രാ വരുന്ന കൂടുതൽ ഈർപ്പം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇയർബഡ്സ് ഒക്കെ വെച്ച് തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ തുടച്ചൊക്കെ വിസിബിലിറ്റി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു. ഇതാണ് നമ്മളുടെ ഒരാഴ്ച പ്രായമുള്ള ക്ലോസ്ഡ് ടെറേറിയം. ഇവനാണ് എൻ്റെ ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ബർത്ത്ഡേ അല്ലല്ലോ, ഇന്നാണ് ജനിക്കപ്പെട്ടത്, ഉണ്ടാക്കപ്പെട്ടത് കേട്ടോ. എൻ്റെ ഭംഗിയല്ലേ, ഇത് ഭംഗിയാണ് കാണാൻ. എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയാണ്. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും സർവൈവ് ചെയ്യുവാണെങ്കിൽ ഞാനിവരെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇട്ട് തരാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ, എന്ത് ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി അതിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം. നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല, വളരെ എക്കണോമിക്കാണ്.